ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കിടിലൻ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് എത്ര കഴിച്ചാലും മതി വരാത്തൊരു ഐറ്റമാണ്. ഇതുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ഇതുണ്ടാക്കാനായി ഞാനിവിടെ 1 കിലോ ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ ഈത്തപ്പഴം കഴുകി കോട്ടൻ്റെ നല്ലൊരു ക്ലോത്തിലിട്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ കളഞ്ഞെടുത്തതാണ്. വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മളിത് സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം ഉണ്ടായാൽ വേഗം മോശമാകും. നമ്മൾ ഇതിനായി ഉപയോഗിക്കുന്ന പാത്രത്തിലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഇനി നമുക്ക് ഈത്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞെടുക്കാം. അപ്പോഴിതാ ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സിർക്കയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈത്തപ്പഴം മുങ്ങുന്ന രീതിക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്കിത് നല്ലവണ്ണം മിക്സാക്കി 1 മണിക്കൂർ മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പൈനാപ്പിൾ. നല്ല പഴുത്ത പൈനാപ്പിൾ ആണ്. ഇത് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ കളയാൻ വേണ്ടി ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കോട്ടൻ്റെ നല്ല ക്ലോത്തോ ഉപയോഗിച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായി തുടച്ചെടുക്കാം. ഞാനിവിടെ ടിഷ്യൂ പേപ്പർ കൊണ്ടാണ് വെള്ളം തുടച്ചെടുക്കുന്നത്. അപ്പോഴിത് വെള്ളമൊക്കെ നന്നായി തുടച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പൈനാപ്പിൾ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു രൂപത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ നടുവിലത്തെ കട്ടിയുള്ള പോർഷൻ അതൊന്നും വേണ്ട, അത് ഞാൻ മുറിച്ച് മാറ്റുന്നുണ്ട്. ഈ ഒരു രൂപത്തിൽ ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതായി എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കട്ട് ചെയ്ത പൈനാപ്പിൾ ഇതുപോലുള്ളൊരു പാനിലിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര നന്നായി മെൽട്ടായി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. പൈനാപ്പിൾ അധികം വെന്തിടയാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പഞ്ചസാര മെൽട്ടാവുന്ന ആ ഒരു ടൈം മതി കേട്ടോ. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ചിലർക്ക് പൈനാപ്പിൾ കഴിച്ചാൽ തൊണ്ട ചൊറിച്ചൽ പോലെ ഉണ്ടാവാറുണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ ഒരു പ്രശ്നമില്ലാത്തവർ പൈനാപ്പിളും പഞ്ചസാരയും ഡയറക്റ്റ് തന്നെ അതിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് ഇട്ട് കൊടുക്കുന്ന ടൈം ഞാൻ ഇതിൽ പറയാട്ടോ.
ഇനി നമുക്ക് വേണ്ടത് 20 ഉണക്കമുളകാണ്. ഇതൊരു ജ്യൂസ് ജാറിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ മുളക് ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ സിർക്കയിൽ ഇട്ട് വെച്ച ഈത്തപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അടിച്ചെടുത്തിട്ട് വരാം. അതിൽ സിർക്ക ഫുള്ളായി ഒഴിച്ചു കൊടുത്ത് വേണം അടിച്ചെടുക്കാൻ. അപ്പോൾ ഇതാ മുളകും ഈത്തപ്പഴവും സിർക്കയും കൂടി നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 3 കായ വെളുത്തുള്ളിയാണ്. തൊലി കളഞ്ഞ് കഴുകി വെള്ളമൊക്കെ നന്നായി തുടച്ചെടുത്തതാണ്. ഇനി ഇതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ എടുക്കുന്ന വെളുത്തുള്ളി ചെറുതാണെങ്കിൽ കട്ട് ചെയ്യേണ്ടതില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴിതായി എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായ ശേഷം അതിലേക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ മിക്സ് ഉണ്ടല്ലോ, ഈത്തപ്പഴത്തിൻ്റെയും മുളകിൻ്റെയും, അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച പൈനാപ്പിൾ ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതാ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പൈനാപ്പിൾ വേവിക്കാതെയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന്റെ ശേഷം പൈനാപ്പിളും പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി, ഇതിന്റെ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ. ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കുക, അപ്പോഴേ ഇതിന്റെ ടേസ്റ്റ് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ എന്റെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. വീഡിയോ ഇതിലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.